ഈ തോട്ടം ഒരു പൂർണ്ണ ജൈവ കൃഷി ചെയ്യുന്ന ഒരു തോട്ടമാണ്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വിഷയത്തെപ്പറ്റി ഇപ്പോൾ ഞാൻ പറയണത്. എന്താ വെച്ചാൽ ഈ തോട്ടത്തിൽ ഇങ്ങനെ കുറേ മൺകുടങ്ങൾ വെച്ചിട്ടുണ്ട്. അതെന്തിനാ വെച്ചാൽ 2-3 കാര്യത്തിനാണ്. ഒന്ന്, തേനീച്ചകൾക്ക്, അത് പൊത്തുകളിൽ വസിക്കുന്ന തേനീച്ചകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന്. രണ്ടാമത്, അതുപോലെ തന്നെ പൊത്തുകളിൽ വസിക്കണ പക്ഷികളുണ്ടാവും, അവർക്ക് ഉപകാരമാവും. പിന്നീട് മെരുക് വർഗങ്ങൾ, അപൂർവം മെരുക് വർഗങ്ങളും ഇതിൻ്റെ ഉള്ളിൽ താമസിക്കാറുണ്ട്. അപ്പം ഈ എന്താ വെച്ചാൽ പൊത്തുള്ള മരങ്ങളുടെ എണ്ണം ഇന്നത്തെ കൃഷി രീതിയിൽ നഷ്ടപ്പെട്ടത് കൊണ്ട് അതൊന്ന് ചെറിയൊരു പരിഹാരം എന്നുള്ള നിലക്കാണ് ഇങ്ങനെ കുടങ്ങൾ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ പലതും പല ഉയരത്തിലായിരിക്കും. അതായത് പക്ഷികളൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഉയരം കൂടിയിട്ട് വേണ്ടി വരും. തേനീച്ചയും മെരുക് വർഗങ്ങളൊക്കെ ഈ ഹൈറ്റ് ആയാലും മതി. ഇതിൻ്റെയൊക്കെ കാരണം എന്താ വെച്ചാൽ ഏകകൃഷി വന്നപ്പോൾ പൊത്തുകൾ ഉണ്ടാകുന്ന വൻമരങ്ങളും അല്ലെങ്കിൽ പൊത്തുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന കൃഷി രീതികളൊക്കെ മാറി ഏതെങ്കിലും ഒരു ഏക കൃഷിയിലേക്ക് കർഷകർ മാറുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ എണ്ണങ്ങളിൽ വളരെ കുറവ് വന്നു. അവർക്ക് കൂടുകൂട്ടാനും നശിക്കാനുള്ള സ്ഥലങ്ങളില്ലാതെ. അപ്പം നമുക്കിന്നിപ്പോൾ ഇന്ന് ചെറിയ തോതിലൊരു രക്ഷപ്പെടുത്താനുള്ള മാർഗങ്ങൾ മാത്രമാണ് അത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ തോട്ടത്തിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ മൺകുടം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ടിന്നുകൾ നോക്കിയിട്ടുണ്ട്. പക്ഷെ എന്തൊക്കെ ആയാലും മൺകുടം തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അതിലുണ്ടാവുന്ന വേനൽക്കാലത്തായാലും മഴക്കാലങ്ങളിലായാലും അതിലുണ്ടാവുന്ന ഊഷ്മാവിൻ്റെ വ്യത്യാസം ഒക്കെ അവർക്ക് കൂടുതൽ ഇഷ്ടം ഈ മൺകുടങ്ങൾ തന്നെയാണ്. കുടം വയ്ക്കുമ്പോൾ 2-3 തരത്തിലാണ് 2-3 ആവശ്യത്തിനാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ. അപ്പം അതിൽ തേനീച്ചയാണെന്നുണ്ടെങ്കിൽ തേനീച്ച കൃഷി സ്ഥലത്ത് തേനീച്ചയുടെ പ്രാധാന്യം അറിയാലോ. നമുക്കൊരു 20% വിളവ് തേനീച്ച കൊണ്ടും പരാഗണങ്ങളെ കൊണ്ട് തന്നെ വിളവിനെ വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ തേനീച്ചയും കർഷകരും തമ്മിലുള്ള ബന്ധം വല്ലാത്തൊരു ബന്ധമാണ്. ഭാവിയിൽ തേനീച്ചകളെ ഇല്ലാതായി മാറിയ വലിയൊരു പഠനം പറയണ മനുഷ്യായുസിന് 5 കൊല്ലത്തേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അത് കാരണം കുടത്തിലാവുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടിന്നലാവുമ്പോൾ തേനീച്ചകൾക്ക് വസിക്കാനുള്ള സ്ഥലം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഒരു രീതി. ഇനി അടുത്ത രീതി പക്ഷികൾ അല്ലെങ്കിൽ മെരുക് വർഗങ്ങൾ ഇവർക്ക് വസിക്കാനാണ്. അപ്പം ഇങ്ങനെ ചില ഭാഗത്ത് കുടങ്ങളെന്ന് പകരം ഇങ്ങനെ ടിന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ടിന്നിൽ ആയാലും കുടത്തിലായാലും ഒരു പക്ഷികൾ കൂടുകൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ടിന്ന് വെച്ചാലോ അല്ലെങ്കിൽ കുടം വെച്ചാലോ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൂട് ആദ്യം അതിലുണ്ടാക്കണം. അപ്പൊ ഒരു അണപ്പക്ഷികൾ കൂട് കൂട്ടി അവരുടെ മുടിയിട്ട് വിരിച്ച കുട്ടികൾ ആയി പറന്നു പോകാൻ ഏതാണ്ട് ഒരു 3 മാസക്കാലം വേണം. അപ്പൊ എന്താ വെച്ചാൽ ഒരു മിനിമം ഒരു 1/2 ഏക്കർ സ്ഥലത്തെങ്കിലും അവരുടെ നല്ലൊരു നിയന്ത്രണത്തിലായിരിക്കും ആ കൃഷി സ്ഥലം മുഴുവൻ. അപ്പൊ അവിടെ സംഭവിക്കണം എന്താ വെച്ചാൽ അവിടെ കീടനിയന്ത്രണം മിക്ക പക്ഷികളും ഒരു മിശ്ര കൊക്കുകളോ മാംസകൊക്കുകളോ ആണ്. അപ്പൊ അവിടുത്തെ നമ്മളൊന്നും കണക്കാക്കാത്ത കീടനിയന്ത്രണം അവിടെ നടക്കുന്നുണ്ട്. മുടികിട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ശക്തി ഒന്നും കൂടി കാരണം അവരെ ഉണ്ടാവുന്ന ഭക്ഷണം മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കുക ഒന്നും കൂടി കഠിനമായിട്ട് ഭക്ഷണത്തിനായിട്ട് അന്വേഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെ ഒരു മാർഗം, അങ്ങനെ ഒരു കീടനിയന്ത്രണം അവിടെ, ഇതൊന്നും നമ്മളറിയാതെ നടക്കുന്ന കാര്യങ്ങളാണ്. പിന്നെ ഏതെങ്കിലും ഒരു പക്ഷി ഒരു ദിവസത്തെ രാത്രിയിലത്തെ മാത്രം പറയാം ആ ഒരു കൊമ്പിൽ വിശ്രമിച്ചിരുന്നു വെച്ചാൽ പിറ്റേ ദിവസം നിങ്ങൾ രാവിലെ പോയി നോക്കിയാൽ അത് എങ്ങനെയായാലും ഒരു 5 ഇഞ്ച് വൃത്തത്തിലെങ്കിലും അതിൻ്റെ വിസർജ്യ വസ്തുക്കൾ അടക്കുന്നു. അപ്പൊ തന്നെ ചിന്തിക്കാലോ പക്ഷി മൃഗാദികളും ഭൂമിയിലേക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഭൂമിയുടെ ഉപകാരപ്രദമായ അല്ലെങ്കിൽ കർഷകന് ഉപകാരം ചെയ്യണ ഈ രീതിയെ പറ്റി മനസ്സിലാക്കുക. അത്രയും വളം നമുക്ക് വേണ്ടല്ലോ. 5 ഇഞ്ച് സ്ഥലത്ത് പരത്താൻ തന്നെ അത്ര തിക്കായിട്ട് വളം പരത്തേണ്ട ആവശ്യമില്ലല്ലോ.
ഇതൊക്കെ നാം ഒരു കർഷകനോ അല്ലെങ്കിൽ ഭൂമി അറിയാതെ കിട്ടുന്ന ഗുണങ്ങളാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ഏകകൃഷി പാടില്ല, ഈ ആവാസ വ്യവസ്ഥ നമ്മളത് എപ്പോഴും നിലനിർത്താൻ ശ്രദ്ധിക്കണം. അപ്പൊ അതിന് നമ്മളെ കൊണ്ട് നഷ്ടപ്പെട്ടതിന് ചെറിയൊരു പരിഹാരം എന്നുള്ള നിലയ്ക്കാണ് ഞാൻ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്.